പക്ഷേ പെണ്ണ് കാണാൻ പോയപ്പോഴുള്ള ഉത്സാഹം തൻ്റെ വീട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കും ഇല്ലെന്നുള്ളത് ഇരു വീട്ടിലും എതിർപ്പുകൾ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത്. എൻ്റെ വീട്ടുകാർ അവളിൽ കണ്ട കുറ്റം അവളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ളതായിരുന്നു. എന്നാൽ അവളുടെ വീട്ടുകാർ തന്നിൽ കണ്ട കുറ്റം താഴ്ന്ന ജാതിയാണെന്ന്, ജാതിയുടെ പേരിൽ സ്വന്തം മകളൊരു രോഗിയാണെന്ന് വരെ മറന്നവളെ എന്നേക്കുമായി വേണ്ടെന്ന് വെച്ചു. ആർക്കും വേണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം പ്രണയിച്ചും സ്നേഹിച്ചും ജീവിതം ആരംഭിച്ചു. അവിടെ നിന്നും ഇണങ്ങിയും പിണങ്ങിയും 2 വർഷം. ഇടയ്ക്കുള്ള ഹൃദയത്തിൻ്റെ ക്ഷീണവും തളർച്ചയും ഒഴിച്ചാൽ ജീവിതം ഹാപ്പി. ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ സന്ദർശനമുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ആദ്യമാണ്. രാവിലെ ഓഫീസിൽ പോകുമ്പോൾ അവളെ ഒന്ന് ശ്രദ്ധിക്കാനായി അപ്പുറത്തെ ലളിത ചേച്ചിയോട് പറയും. ഓഫീസിലെത്തി കുറച്ചു കഴിഞ്ഞതും വർഷയുടെ കോള് കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടിച്ചതാണ്. അതേ പിടിച്ചിലൂടെ തന്നെയാണ് കോൾ എടുത്തതും. ചെവിയോട് ചേർത്തതും കേട്ടത്, മോനെ വർഷങ്ങൾക്ക് തീരെ വയ്യ, ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്, മോൻ വേഗം അങ്ങോട്ട് പോയെന്നാണ്. പിന്നെ എങ്ങനെ ഹോസ്പിറ്റലിലെത്തിയെന്നറിയില്ല. സിദ്ധുവിനോടൊന്ന് പറയാൻ പോലും കഴിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ ലളിതേച്ചിയും ഭർത്താവ് ശശിയേട്ടനും ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും താൻ തന്നെയാണ് നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. ഇത്രയും ചെയ്തില്ലേ? വീണ്ടും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തോന്നിയില്ല. മിഥു ഓർമ്മകളിലൂടെ അങ്ങനെ കടന്നുപോയി. കണ്ണുകളടഞ്ഞത് മിഥുൻ അറിഞ്ഞില്ല. ആരുടെയോ തട്ടിയുള്ള വിളിയിൽ അവൻ ഏതോ ലോകത്തുന്ന പോലെ കണ്ണുകൾ തുറന്ന് മുന്നിൽ നിൽക്കുന്നയാളെ മിഴിച്ചു നോക്കി. അമ്മ കോളിംഗ്. ഡ്രൈവ് ചെയ്യുന്നേരം ഫോണിലേക്ക് വന്ന കോളിലേക്ക് സിദ്ധു നോക്കി. സ്ക്രീനിൽ അമ്മയെന്ന് എഴുതി കാണിച്ചതും ചിരിയോടെ അവൻ അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും സംസാരിച്ചു തുടങ്ങി. ഹലോ അമ്മ, ഞാൻ ഈവനിങ് എത്തും, ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാണ് പറയാതെ പോകുന്നത്. മീറ്റിംഗ് എല്ലാം നന്നായി കഴിഞ്ഞു. നമ്മുടെ പ്രൊജക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയെ ഇങ്ങോട്ടൊന്നും പറയാൻ അനുവദിക്കാതെ അവൻ പറഞ്ഞതും അപ്പുറത്ത് മറുപടിയും ഒന്നുമില്ലെന്ന് കണ്ട് സിദ്ധു പെട്ടെന്ന് നിശബ്ദനായി. ഹലോ അമ്മ, കേൾക്കുന്നില്ലേ? അവൻ വീണ്ടും ചോദിച്ചതും അവൻ അനുകൂലമായ മറുപടി ഒന്നും ലഭിച്ചില്ല. ഹലോ ഹലോ സിദ്ധു ഏട്ടാ, പതിഞ്ഞ ശബ്ദത്തിൽ വൈകി വിളിച്ചതും അവൻ്റെ ചുണ്ടിൽ ചിരിയൂറി. നീയായിരുന്നു? അവനെ കുസൃതി നിറഞ്ഞു. നേർത്തൊരു മൂളൽ മാത്രം അവളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. എന്തേ വിളിച്ചത്? ഒന്നുമില്ല, സിദ്ധുവേട്ടൻ എപ്പോഴാണ് വരുന്നതെന്നറിയാൻ. അത്രയും പതിഞ്ഞ ശബ്ദം. സിദ്ധുവിൻ്റെ മനസ്സൊന്ന് കുളിർന്നു ആ ശബ്ദത്തിൽ. തല താഴ്ത്തി നിൽക്കുന്ന അവളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. കുറച്ചെങ്കിലും ഇന്നലെ രാത്രി അവൾ സമ്മാനിച്ച നിമിഷങ്ങൾ അത്രയ്ക്കും മനോഹാരിതയുണ്ടായിരുന്നു. വന്നിട്ടെന്തിനാ? ഇന്നലത്തെ പോലെ എന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടോ? അവൻ മനസ്സിൽ തെളിഞ്ഞ കുസൃതിയോടെ തന്നെ ചോദിച്ചതും മറുപുറം ഫോൺ പെട്ടെന്ന് കട്ടായി. അവൻ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയാതെ സ്ക്രീനിലേക്ക് നോക്കിയതും എന്തോ ഓർത്ത് അവൻ ചിരിച്ചു. പാവം, താൻ അതിൽ കൂടുതൽ എന്തെങ്കിലും ചോദിക്കും എന്ന് കരുതി കട്ട് ചെയ്തതാവും. എന്നാൽ വൈകിയുടെ അവസ്ഥ മറിച്ചായിരുന്നു. സീതാമ്മ അരികിലിരിക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധു പറഞ്ഞത് അവർ കേട്ടോ എന്ന തോന്നലിലാണ് പെട്ടെന്ന് കട്ട് ചെയ്തത്. അവളൊരു ചമ്മലോടെ സീതാമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും അവർ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവളെ നോക്കി. സിദ്ധു എന്തു പറഞ്ഞു മോളെ? അതേ ചിരിയോടെ തന്നെ അവർ ചോദിച്ചതും വൈകം. അത് പിന്നെ മീറ്റിങ്ങിലായിരുന്നു, വേഗം വരാന്നാ പറഞ്ഞത്. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പിന്നെ എന്തോ പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? കുറച്ചൊക്കെ കേട്ടെങ്കിലും വൈകിയൊന്ന് കളിപ്പിക്കാമെന്ന് കരുതി സീതാമ്മ ചോദിച്ചു. അതൊന്നുമില്ല, ഇന്ന് പോകാമെന്ന് പറഞ്ഞിടത്തെല്ലാം നാളെ പോകാമെന്ന് പറഞ്ഞതാ. അവൾ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിൽ കരുതിയ കള്ളം അങ്ങോട്ട് തട്ടിവിട്ടു. ടെറസിന് മുകളിലേക്ക് നടക്കുമ്പോഴും സിദ്ധു പറഞ്ഞ വാക്കുകളുടെ ഓർമ്മയിൽ അവളുടെ മുഖം നാണത്താൽ ചുവന്ന് കയറിയിരുന്നു. മിഥു. മിഴികളടച്ച് ചുമലിലേക്ക് ചാരിക്കിടന്നിരുന്ന മിഥുൻ വിളി കേട്ടതും പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ സിദ്ധുവിനെ കണ്ടതും അവൻ വിളറിയൊരു ചിരി സമ്മാനിച്ചു. എന്ത് കോലാടാ, എന്തു പറ്റിയതിനു മാത്രം? അവൻ്റെ മുഖത്തുകൂടി കണ്ണുകൾ പായിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചതും മിഥുനൊരു പൊട്ടിക്കരച്ചിലോടെ മുഖം പൊത്തിയിരുന്നു. സിദ്ധുവിന് എന്തു ചെയ്യണം, എന്തു പറയണമെന്നറിയാത്ത അവസ്ഥ. തൻ്റെ പ്രിയ കൂട്ടുകാരനാണ് ഈ അവസ്ഥയിൽ തൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്നത്. ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ട് പോലും ഇങ്ങനെ തളർന്നിട്ടില്ല അവനെന്ന് സിദ്ധുവിന് തോന്നി. പെട്ടെന്നാണ് അവന് വർഷയെ ഓർമ്മ വന്നത്. വർഷയ്ക്ക് അരുതാത്തതെന്തെങ്കിലും. പെട്ടെന്ന് അവൻ്റെ ചിന്ത അങ്ങനെ പോയതും അതൊന്നും ഉണ്ടാവില്ല. അവൻ തന്നെ അപ്പോൾ അതിനെ തിരുത്തി. കൂൾ ഡൗൺ മിഥുൻ, കൂൾ ഡൗൺ. വർഷ എവിടെ? എനിത്തിങ് സീരിയസ്? അവൻ്റെ മനസ്സിലെ സംശയം അവന് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. സിദ്ധു ചോദിച്ചതും മിഥുൻ അതേ എന്ന പോലെ തലയാട്ടിക്കൊണ്ട് കരഞ്ഞു ചുവന്ന മുഖം അമർത്തി തുടച്ചു. വർഷ ഐസിയുലാണ്, 24 മണിക്കൂർ കഴിയാതൊന്നും പറയാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞത്. മിഥുൻ പറഞ്ഞതും സിദ്ധുവിൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അതിനു മാത്രം എന്താടാ ഉണ്ടായി? മെഡിസിൻ വല്ലതും കഴിക്കാതിരുന്നോ? അതൊന്നും അല്ല, മെഡിസിൻ എല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അവൾ ആകെ ഗ്ലൂമി ആയിരുന്നു.
എന്താണെന്ന് ചോദിച്ചതൊന്നും പറഞ്ഞുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിന്ന് വരുമ്പോൾ എന്തോ ഒരു പേടി തോന്നിയിട്ട് അപ്പുറത്തെ ചേച്ചിയുടെ ഇടയ്ക്ക് അവളെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അവരാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എനിക്കറിയില്ലടാ എന്ത് വേണമെന്ന്. എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. ഈ ഭൂമി സ്വന്തം എന്ന അവകാശത്തോടെയും അധികാരത്തോടെയും പറയാൻ എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ സിദ്ധു. മിഥുൻ വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞതും സിദ്ധു അവൻ്റെ ചുമലിൽ ആശ്വാസം എന്ന പോലെ കൈ ചേർത്തു. അവൾക്കൊന്നും പറ്റില്ലടാ. അവൾ പഴയതിലും ബെറ്ററായിട്ട് തിരിച്ചു വരും. നിന്നെ തനിച്ചാക്കി പോകാൻ അവൾക്ക് സാധിക്കുമോ? അതിനാണോ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തത്? നമ്മുടെ പഴയ വർഷമായിട്ട് അവൾ തിരിച്ചു വരും. നീ ഇങ്ങനെ വിഷമിക്കാതെ. റൂമിലേക്ക് മാറ്റുമ്പോൾ നിൻ്റെ ഈ കോലമെല്ലാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുക അവളായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ തളരാതെ സ്ട്രോങ് ആയിരിക്കും. വാ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാം. സിദ്ധു നിർബന്ധിച്ചതും അവൻ അർത്ഥസമ്മതത്തിലൊന്നും മൂളി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. സിദ്ധു അവനെയും കൂട്ടി കോഫി ഷോപ്പിലേക്ക് പോകാനെന്നതും മിഥുൻ 1 മിനിറ്റ് എന്ന് കൈ കാണിച്ച് ICU വാതിനരികിലേക്ക് പോയി ബെല്ലടിച്ച് കാത്തുനിന്നു. നേഴ്സ് വന്ന് വാതിൽ തുറന്നതും വർഷയ്ക്ക് ഇനി എന്തെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങാനുണ്ടോ എന്ന് അന്വേഷിച്ചു. അവർ ഇല്ല എന്നുകൊണ്ടും പറഞ്ഞുകൊണ്ട് ഡോർ അടയ്ക്കാൻ നിന്നതും മിഥുൻ വർഷയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഡോക്ടർ ക്യാബിനിലുണ്ടാവും, അവിടെ അന്വേഷിച്ചോളാൻ പറഞ്ഞ ഡോർ ക്ലോസ് ചെയ്തു. മിഥുൻ നിരാശയോടെ സിദ്ധുവിനരികിൽ വന്നതും സിദ്ധു അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. തളർച്ചയിൽ ചേർത്ത് നിർത്താൻ ഒരാൾ കൂടെയുണ്ടെങ്കിൽ അതിലും വലിയ ആശ്വാസം നൽകാൻ വേറെ എന്താണ് കഴിയുക? ആദ്യം നമുക്ക് ഡോക്ടറിൻ്റെ ക്യാബിനിൽ പോവാം, എന്നിട്ട് കോഫി കുടിക്കാം. വാ. സിദ്ധു അവനുമായി ഡോക്ടർ ക്യാബിനിലേക്ക് നടന്നു. മമ്മ, സിദ്ധു വിളിച്ചിരുന്നോ? സച്ചുവിൻ്റെ മെഡിസിനുമായി മുറിയിലേക്ക് വന്ന മമ്മയോട് അവൾ തിരക്കിയതും അവർ സന്ദേഹത്തോടെ അവളെ നോക്കി. ഇല്ല സച്ചു, എന്തെങ്കിലും തിരക്കിലായിരിക്കും. അവൾക്കൊരു ആശ്വാസം എന്ന പോലെ മമ്മ പറഞ്ഞതും അവളൊന്ന് മൂളി. കാരണം ഇന്നലെയും അവൻ വിളിച്ചില്ല. തിരക്കുകളിലാണെങ്കിൽ പോലും ദിവസം 1 തവണയെങ്കിലും അവൻ വിളിക്കും. ഇനി തന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മമ്മയുടെ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ 1-2 നിമിഷം നീളുന്ന വീഡിയോ കോൾ. ഈ 2 ദിവസമായി അതും അന്യമാണ്. എന്തൊക്കെ അവനെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി പറഞ്ഞാലും അവനെ ഓർക്കാത്ത, അവനോട് മിണ്ടാത്ത ഒരു ദിവസം പോലും തന്നിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. തനിക്ക് അവനുമായി സന്തോഷകരമായ ഒരു ദാമ്പത്യം സാധ്യമാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവനെ ഒരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചത്. പക്ഷേ അതിനെല്ലാം താൻ മുന്നിട്ട് നിന്നെങ്കിലും എന്തോ സിദ്ധുവിനെ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ കഴിയുന്നില്ല. അവനെ ഓർക്കാതെ ഒരു ദിവസം പോലും തന്നിൽ കടന്നു പോകുന്നില്ല. അവളുടെ കണ്ണിൽ നീർത്തുള്ളി പൊടിഞ്ഞു തുടങ്ങിയ നീർത്തുള്ളിയെ ഒന്ന് തുടച്ചു നീക്കാൻ പോലും കഴിയാത്ത നിസ്സഹായയായി അവളുടെ നോട്ടം ചല്ലവറ്റ് കിടക്കുന്ന കൈയിലേക്ക് വീണ്ടു. സച്ചു, മോക്ക് സങ്കടമുണ്ടോ? മമ്മ അവൾക്കരികിലേക്ക് വന്ന മിഴികളിലെ നീർമുത്തുകൾ തുടച്ചു നീക്കി. എനിക്കോ? എന്തിന്? ഈ മമ്മയ്ക്ക് എന്താ? അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സച്ചു, നീ എൻ്റെ മകളാണ്, ഞാൻ നിൻ്റെ മമ്മയും. എന്നോട് കള്ളം പറയണോ? ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് എന്തിനാ അവനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തത്? പറ സച്ചു. അവനോട് ഒരു ദിവസം പോലും സംസാരിക്കാൻ കഴിയാത്ത നീ എന്തിനാ ഇതിനെ മുതിർന്നതെന്ന്? അവരുടെ വാക്കുകളിൽ സച്ചുവിനോടും സിദ്ധുവിനോടും ഒരുപോലെ ഈർഷ്യ നിറഞ്ഞിരുന്നു. മമ്മ, വേണ്ട, അതിനെക്കുറിച്ചുള്ള സംസാരം നമുക്കിവിടെ നിർത്താം. എൻ്റെ തീരുമാനമാണ് സിദ്ധുവുമൊത്തുള്ളൊരു ജീവിതം വേണ്ടെന്നുള്ളത്. അതിനെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ആർക്കും ഒരവകാശമില്ല. അതെൻ്റെ മാത്രം തീരുമാനമാണ്. എൻ്റെ ജീവിതം എങ്ങനെ വേണം, ആരോടൊപ്പം വേണം എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. മമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്പം ദേഷ്യത്തോടെ തന്നെ സച്ചു വാക്കുകൾ കടുപ്പിച്ചു പറഞ്ഞു. മനസ്സിലെ പിരിമുറുക്കം മുഴുവൻ വാക്കുകളിലൂടെ പുറത്തേക്കൊഴുകി. ഓ, നിന്റെ ജീവിതം അല്ലേ, നിന്റെ ഇഷ്ടം അല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. ഇത്രയും വർഷം നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ച് ഞാനാരായി? സന്തോഷമായി. എന്തായാലും ഈ മമ്മയ്ക്ക് സന്തോഷമായി. നീ ഇങ്ങനെ ഓരോ ദിവസവും ഉരുകിയില്ലാതാവുന്നത് സഹിക്കുന്നില്ല. ഞാൻ നിന്റെ പെറ്റമ്മയല്ലടി. ആരെക്കാളും നിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് നോവില്ലേ? എന്നോളം വേറെ ആർക്കെങ്കിലും നോവോ? നീ ഇപ്പം പറഞ്ഞ സിദ്ധുവിന് പോലും ഇല്ല. കണ്ടില്ലേ, ഇന്നലെ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ഒരുത്തിക്ക് വേണ്ടി വർഷങ്ങളോളം സ്നേഹിച്ചതിനെ മറന്നില്ലേ? അത്രയേ ഉള്ളൂ മനുഷ്യർ. വേറൊരുത്തിക്ക് വിട്ടുകൊടുത്തിട്ട് അവളിപ്പോൾ കിടന്ന് നീറുകയാണ്. മമ്മ, മതി, നിർത്ത്. മമ്മയുടെ ഓരോ വാക്കിലും ഉള്ളുപിടഞ്ഞ സച്ചു അവസാനം ഉച്ചത്തിൽ പറഞ്ഞതും പൊടുന്നനെ മമ്മ നിശബ്ദയായി. പിന്നെ അവിടെ നിൽക്കാതെ മമ്മ മറുത്തൊന്നും പറയാതെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പിടയുന്ന നെഞ്ചുമായി മുറി വിട്ടുപോയി. ആ കാഴ്ച കാണാൻ ത്രാണിയില്ലെന്ന പോലെ സച്ചു മുഖം തിരിച്ചു. അപ്പോഴും അവളുടെ കൺകോണിലൂടെ കണ്ണുനീർത്തുള്ളി ചാലിൽ തീർത്തൊഴുകുന്നുണ്ടായിരുന്നു. സിദ്ധുവും മിഥുനും ക്യാൻറ്റീനിൽ പോയി വന്നു. മിഥുൻ അപ്പോഴും തളർച്ചയോടെ കസേരയിലേക്ക് ചാരിയിരുന്നതേ ഉള്ളൂ. ഇനി എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമെന്ന് സിദ്ധുവിന് അറിയില്ലായിരുന്നു. എന്തു പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ പുകയുന്ന തീയിന് ശമനം വരില്ലെന്നറിയാം.
അത്രത്തോളം മിഥുൻ വർഷയെ സ്നേഹിക്കുന്നുണ്ട്. അവൾ തിരിച്ചും കോളേജിൽ അവരുടെ പ്രണയത്തിന് താൻ ദൃക്സാക്ഷിയാണ്. പിന്നീട് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾക്കും. അവരുടെ പ്രണയം അവൻ്റെ ഓർമ്മകളിലൂടെ അങ്ങനെ ഒഴുകി വന്നതും അതിനിടയിൽ പുഞ്ചിരിക്കുന്നൊരു മുഖം മിന്നിമാഞ്ഞു. തന്നെ മാത്രം കാണുമ്പോൾ വിരിയുന്ന ചിരിയിൽ കവിളിൽ തെളിയുന്ന മനോഹരമായ നുണക്കുഴി. സച്ചു. അവൻ്റെ അധരങ്ങൾ മന്ത്രണം പോലെ അവളുടെ പേരുവിട്ടതും അവൻ്റെ മനസ്സിലൊരു വെള്ളിടി. 2 ദിവസമായി സച്ചുവിനെ ഒന്ന് കണ്ടിട്ടും അവളുടെ ശബ്ദം ഒന്ന് കേട്ടിട്ടും ഈ 2 ദിവസം താനവളെ മനഃപൂർവ്വം മറന്നുപോയോ എന്നൊരു ചിന്ത അവനുള്ളിൽ ഉടലെടുത്തു. എങ്ങനെ കഴിഞ്ഞു സച്ചുവിനെ ഓർക്കാതിരിക്കാൻ? അവിടെ ആ സമയം മറ്റൊരുവൾ ഇടം പിടിച്ചുവോ? സച്ചുവിനെ ഓർക്കാതിരിക്കാൻ മാത്രം അവൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുവോ? അറിയില്ല. പക്ഷേ ഒന്നറിയാം, സച്ചുവിനെ മറക്കാനോ വൈകിയെ വേണ്ടെന്ന് വെക്കാനോ ഇപ്പോൾ തനിക്ക് കഴിയില്ലെന്ന്. ഒരു കടപ്പാടും സഹതാപവും വേണ്ട എന്നൊക്കെ ചിന്തിച്ചാലും തൻ്റെ ശരീരവും താൻ നൽകുന്ന വേദനയും ഏറ്റുവാങ്ങി തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കേണ്ടവളാണ്. അവളെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? അവനുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉടലെടുത്തു. ഉടമ്പടിയുമായി തൻ്റെ ജീവിതത്തിലേക്ക് ഒരു താൽക്കാലിക സമയത്തേക്ക് കയറി വന്നതാണെങ്കിലും അവളെ എത്രയൊക്കെ മനസ്സിൽ പതിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല. വേണ്ട, അവളോടൊരു സഹതാപവും വേണ്ട. താൻ വെച്ചു നീട്ടിയ പണം വാങ്ങിച്ച് താൻ നൽകിയ ഉടമ്പടിയിൽ ഒപ്പുവെച്ച് എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വന്നവളാണ്. അവളോടൊരു കോംപ്ലിമെൻറ്റിൻ്റെയും ആവശ്യം എനിക്കില്ല. സച്ചു മതി തൻ്റെ ജീവിതത്തിൽ, സച്ചു മാത്രം. സിദ്ധു, നീ എന്താ ആലോചിക്കുന്നത്? കുറച്ചു കഴിഞ്ഞതും സിദ്ധുവിൻ്റെ സംസാരമൊന്നും കേൾക്കാത്തതുകൊണ്ട് അരികിലിരുന്ന മിഥുൻ ആലോചനയോടെ ഭയങ്കര അസ്വസ്ഥനായിരിക്കുന്ന സിദ്ധുവിനെ തട്ടി വിളിച്ചതും സിദ്ധു ഉറക്കത്തിലെന്ന പോലെ ഞെട്ടി എഴുന്നേറ്റു മിഥുവിനെ തുറച്ചു നോക്കി. എന്താടാ സിദ്ധു, എന്തു പറ്റി? അവൻ നെർവസാണല്ലോ. മിഥുൻ അവൻ്റെ നോട്ടവും മുഖവും എല്ലാം കണ്ട് പരിഭ്രാന്തിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ പോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണം, മടിക്കരുത്. ഇതെൻ്റെ കാർഡാ, നീ വെച്ചോ. നമ്പർ ഞാൻ മെസ്സേജ് ചെയ്യാം പറഞ്ഞുകൊണ്ട് മിഥുൻ്റെ ചോദ്യത്തിൽ നിന്നും അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. ഇതൊന്നും വേണ്ട സിദ്ധു, എൻ്റെ കയ്യിലുണ്ട്. മിഥുൻ നിരസിച്ചതും സിദ്ധു അവനെ കൽപ്പിച്ച നോട്ടം നോക്കി. മിഥുൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ശരി മിഥു, വർഷയെ റൂമിലേക്ക് മാറ്റി വിളിക്കണം, ബൈ. അത്രയും പറഞ്ഞ് മിഥുൻ മറ്റെന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ സിദ്ധു അവിടെ നിന്നും നടന്നു നീങ്ങി. മിഥുൻ അവൻ പോകുന്നത് സംശയത്തോടെ നോക്കി നിന്നു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് പെട്ടെന്ന് അവന് എന്തു പറ്റി എന്നവന് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും സിദ്ധു ആകെ അസ്വസ്ഥനായിരുന്നു. ഒരു വശത്ത് താലി കെട്ടി സ്വന്തമാക്കിയവൾ, മറുവശത്ത് ഹൃദയം നൽകി സ്വന്തമാക്കിയവൾ. ആരെ തള്ളണം ആരെ കൊള്ളണമെന്നറിയാത്ത അവസ്ഥ. ശരിയായ ഒരുത്തരം മനസ്സിന് പോലും നൽകാൻ കഴിയുന്നില്ല. ഹൃദയം നൽകി സ്വന്തമാക്കിയവളെ ജീവിതാവസാനം വരെ ചേർത്ത് നിർത്താൻ താലി കെട്ടി മറ്റൊരാളെ സ്വന്തമാക്കുന്നു. വൈകിയുടെ കഴുത്തിൽ താലി ചാർത്തുവോളം തനിക്ക് ഈ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും സച്ചുവിൻ്റെ ആവശ്യം അംഗീകരിച്ച് അവളെ ഒപ്പം കൂട്ടുക എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വൈകിയെ കൂടെ കൂട്ടിയപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. അറിയില്ല എന്തു വേണമെന്ന്. ചിന്തകൾക്കെല്ലാം ഒടുവിൽ സിദ്ധുവിൻ്റെ കാർ നേരെ ചെന്ന് നിന്നത് സച്ചുവിൻ്റെ വീട്ടുമുറ്റത്താണ്. സിദ്ധു കാർ നിർത്തി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മനസ്സിനെ ഒന്ന് റിലാക്സാക്കി കാറിൽ നിന്നും ഡോറ് തുറന്നിറങ്ങി. അതുവരെ മനസ്സിലുണ്ടായിരുന്ന സംഘർഷഭരി ചോദ്യങ്ങളെയെല്ലാം മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ സച്ചുവിൻ്റെ വീടിനുള്ളിലേക്ക് കയറി. താഴെ ഹാളിൽ ആരെയും കാണാത്തതുകൊണ്ട് സിദ്ധു സ്റ്റെയർ കയറി സച്ചുവിൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെ മുന്നിലെത്തിയതും അതുവരെ മനസ്സിലടക്കി വെച്ചിരുന്ന ചോദ്യങ്ങൾ ഓരോന്നും അവൻ്റെ കാതുകളിൽ വണ്ടു മൂളുന്നത് കണക്കെ അലസോരപ്പെടുത്തിയതും അവനൊന്ന് കണ്ണുകളടച്ച് ഒരു ദീർഘനിശ്വാസമെടുത്ത് മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക്